ഹായ്. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ ദീപു പ്രദീപ് തിരക്കഥ എഴുതി വിപിൻ സംവിധാനം ചെയ്ത പുതിയ ചിത്രമാണ് ഗുരുവായൂർ അമ്പലനടയിൽ. പൃഥ്വിരാജ്, ബേസിൽ, അനശ്വര രാജൻ, നിഖില വിമൽ, സിജു സണ്ണി, സാഫ് ബോയ്, അശ്വിൻ, ജഗദീഷ് അങ്ങനെ നിരവധി കഥാപാത്രങ്ങൾ, പ്രധാനപ്പെട്ട നടന്മാരെല്ലാം ഒത്തുചേർന്ന് കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മൾക്ക് സമ്മാനിക്കുന്ന ഒരു ഫാമിലി എൻ്റർടൈനിങ് സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. പൃഥ്വിരാജിൻ്റെ ആടുജീവിതത്തിന് ശേഷം ഭീകരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്ത ശേഷം പൃഥ്വിരാജ് പിന്നീട് ഇങ്ങോട്ട് ഗുരുവായൂർ അമ്പലനടയിലേക്ക് വരുമ്പം ഭയങ്കര എൻ്റർടൈനിങ് ആയ നമ്മൾ പൃഥ്വിരാജിൻ്റെ തുടക്കകാലത്ത് അല്ലെങ്കിൽ ഒരു വളർച്ചയുടെ കാലഘട്ടത്തിലൊക്കെ കണ്ടുവരുന്ന ഒരു പൃഥ്വിരാജ്, അതേ കോമഡി ചോരാതെ അതേ മെയ്വഴക്കത്തോടെ ചെയ്യുന്ന ഒരു പൃഥ്വിരാജിനെ നമുക്ക് വീണ്ടും കാണാൻ പറ്റുന്നത്, അതായത് ഇത്രയും സീരിയസ് കഥാപാത്രങ്ങൾക്ക് ശേഷം പഴയ ഒരു പൃഥ്വിരാജിനെ വീണ്ടും കാണാൻ പറ്റുന്നത് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെയാണ് ബേസിൽ ജോസഫ്. ബേസിലിനെ കണ്ടാലേ നമുക്ക് ഓക്കെ ഇവൻ കോമഡി പറയാനാണ്, അല്ലെങ്കിൽ ഇവൻ എന്തെങ്കിലും പറയുമ്പോൾ തന്നെ നമുക്ക് ചിരിക്കാൻ വരുന്ന തരത്തിലുള്ള ഒരു അഭിനയം ഇതുവരെ കാഴ്ചവെച്ച ബേസിലും പൃഥ്വിരാജും തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോംബോ ആണ് ഈ ചിത്രത്തിലെ പ്രധാനമായിട്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഫ്രണ്ട്സ് ആയാലും കാമുകന്മാരായാലും തമ്മിലുള്ള ബന്ധമല്ല, ഒരു അളിയ ബന്ധമാണ് ലോകത്തിലെ ഏറ്റവും ഉദാത്തമായ ബന്ധമെന്നും സ്വന്തം ചേട്ടനെ പോലെ അളിയനെ കാണുന്നൊരു അളിയനും തിരിച്ച് സ്വന്തം മകനെ പോലെ കാണുന്നൊരു മറ്റൊരളിയനും, അങ്ങനെ ഒരു കോംബോ വർക്ക് ചെയ്യുന്ന, ഇതിനിടയിൽ നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ടതുപോലെ ബേസിൽ കല്യാണം കഴിക്കാൻ പോകുന്ന അനശ്വര രാജൻ, നിഖില വിമൽ ഇവരൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ കാസ്റ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പക്ക എന്നൊക്കെ പറയില്ല, അതായത് മിസ്കാസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ വേണ്ടാത്തൊരു കാസ്റ്റിംഗ് ആയിരുന്നു എന്ന് തോന്നുന്ന ഒരാൾ പോലും ഈ സിനിമയിലില്ല. പക്ക ഓരോ ആൾക്കാരെയും കൃത്യമായി നോക്കിയെടുത്ത് എണ്ണിപ്പെറുക്കിയെടുത്ത പോലെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കാസ്റ്റിങ്ങിൻ്റെ കാര്യം. പിന്നെ ഇതിലെ പാട്ടുകളിലേക്ക് വരികയാണെങ്കിൽ പാട്ടുകൾ ഒരു 4 പാട്ടുകളാണ് ഇതിലുള്ളത്. ആദ്യത്തെ ഫസ്റ്റ് ഹാഫിൽ 2, സെക്കൻഡ് ഹാഫിൽ വരുന്ന 2 ഒരു ക്ലൈമാക്സിലൊക്കെ വരുന്ന ഒരു സോങ് ആയിട്ടും, ആദ്യം ഫസ്റ്റ് തുടങ്ങുന്ന സമയത്ത് ഈ അളിയ ബന്ധം കാണിക്കാൻ ഈ കല്യാണമൊക്കെ പോകുന്ന ഒരു മൂഡിലേക്കുള്ളൊരു പാട്ടുണ്ട്, അടിപൊളിയുണ്ട്. എനിക്ക് തോന്നുന്നു ആ പാട്ട് അത്യാവശ്യം ഓടാവുന്ന, എല്ലാവരും പാടി നടക്കുന്ന ഒരു പാട്ടായി മാറാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിന് ശേഷം വന്ന 2 പാട്ടുകളും, അവസാനത്തെ പാട്ടൊക്കെ നമ്മൾ കേട്ടതാണ്, അജു വർഗീസ് പാടിയ ആ പാട്ട് നമ്മൾ കേട്ടതാണ്. അതിനിടയിൽ കല്യാണ തലേന്നുള്ളൊരു പാട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് എനിക്ക് അത്ര അങ്ങോട്ട് ഒരു പുതിയ സൗണ്ട് പരീക്ഷിച്ചതാണോ എന്താണെന്ന് അറിയില്ല, അതത്ര എനിക്ക് അങ്ങോട്ട് വർക്കായില്ല എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ മൊത്തത്തിൽ പാട്ടുകൾ നോക്കുകയാണെങ്കിൽ പഴയ പാട്ടുകളുടെ നമ്മുടെ അഴകിയ ലൈല ആ പാട്ടിൻ്റെ റെഫറൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അത് കറക്റ്റ് സ്ഥലത്തൊക്കെ വെച്ച് കൊടുത്തിട്ട് അത് നമുക്ക് ആ സാധനം നമ്മുടെ ഉള്ളിൽ നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്ന പോലെ, അത് കോമഡിക്കാണെങ്കിലും ഇമോഷനാണെങ്കിലും ഈ പാട്ട് വെച്ചിട്ട് കളിക്കുന്നൊരു കളിയുണ്ട്. അതൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ അഴകിയ ലൈല റെഫറൻസ് പോലെയാണ് ഈ ഗുരുവായൂർ അമ്പലനടയിൽ. അത് നമുക്കറിയാം, പൃഥ്വിരാജ് തുടക്കത്തിൽ നന്ദനം സിനിമയിലൂടെ വരുന്ന പൃഥ്വിരാജ്, അപ്പോൾ ആ കാലഘട്ടത്തിലും ഇത്രയും സിനിമകൾ കഴിഞ്ഞ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഗുരുവായൂർ അമ്പലനടയിൽ എത്തുന്ന ഒരു പൃഥ്വിരാജും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ പൃഥ്വിരാജിൻ്റെ ഒരു വളർച്ച ഉണ്ടാവുമല്ലോ. ഈ ഒരു ഗ്യാപ്പൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർമ്മകളിലേക്ക് വരുന്ന. അനശ്വര മുമ്പ് ഒരു ഇൻ്റർവ്യൂ പറയുന്നുണ്ടായിരുന്നു, അതായത് ഈ നന്ദനം ഇറങ്ങിയ വർഷത്തിലാണ് ഞാൻ ജനിച്ചത്, അപ്പോൾ കൂടെ അഭിനയിക്കാൻ പറ്റുന്നൊക്കെ പറഞ്ഞ് ഒരു കോമഡി ഒരു സാധനം അവരുടെ ഇൻ്റർവ്യൂസിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പൃഥ്വിരാജ് ഈ നന്ദനം റെഫറൻസ് ലാസ്റ്റ് പാർട്ടിലേക്ക് എത്തുമ്പോൾ നന്ദനം റെഫറൻസ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ട് നമുക്ക് ഇതാണല്ലോ അത് എന്നുള്ള തരത്തിൽ തോന്നുന്ന തരത്തിലേക്ക് ഈ നന്ദനം റെഫറൻസ് കൊടുത്തതും അടിപൊളിയായിട്ടുണ്ട്. ഇൻഡപ്തിലേക്ക് വരികയാണെങ്കിൽ കൂടുതൽ കുടുംബ പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക, നമുക്ക് ഭയങ്കര സന്തോഷം തരും, ബാക്കിയെല്ലാം മറന്നുകൊണ്ട് ഒരു 2 മണിക്കൂർ അവിടെ പോയി ഇരുന്ന് മൊത്തം സിനിമ കണ്ടുവരുമ്പം ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ. ചിരി വെച്ചാൽ ഉറക്കെ ഞാനൊക്കെ ശബ്ദം ഉണ്ടാക്കി വളരെ ഉച്ചത്തിൽ ചിരിച്ച, സിറ്റുവേഷണൽ കോമഡികൾ കൊണ്ട് നിറഞ്ഞ, അതിൻ്റെ ഒരു അയ്യര് കളി എന്നൊക്കെ പറയില്ലേ, അതായത് കറക്റ്റ് സ്ഥലത്ത് നമ്മൾ ചിലപ്പോൾ കേട്ട കോമഡിയൊക്കെ ആയിരിക്കും, പക്ഷെ അത് കറക്റ്റ് സ്ഥലത്ത് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഭംഗി അത് ഗംഭീരമായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം ബേസിലും പൃഥ്വിരാജുമാണ്, അവർ രണ്ടുപേരും മാനേജ് ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ അവരുടെ ഒരു കോംബോ വരുമ്പോൾ ഇവർ രണ്ടുപേരും അവരുടെ നിലയിൽ കഴിവ് തെളിയിച്ച 2 പേര്, അപ്പം ഇവർ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോംബോ അതിന് മുകളിൽ നിൽക്കുന്ന തരത്തിൽ. ഒരു കല്യാണത്തിലേക്ക് അടക്കുമ്പോൾ കുടുംബങ്ങൾ അതിൽ ഉൾപ്പെടുന്ന ആൾക്കാർ, ഫ്രണ്ട്സ്, അപ്പോൾ ഈ കല്യാണ തിരക്ക്, അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന കുറേ തെറ്റിദ്ധാരണകൾ, ഇതൊക്കെ നമുക്ക് ട്രെയിലറിലൊക്കെ കാണാവുന്നതാണ്. ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ പരിഹരിക്കുന്നു. പക്ഷേ ഈ സിനിമയുടെ ഒരു പ്രത്യേകത, ഈ ട്രെയിലറൊക്കെ കാണുമ്പോൾ നമ്മൾ ഒരു കഥ എക്സ്പെക്ട് ചെയ്തിട്ട് പോകും. ഞാൻ
പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാനൊരു കഥ ഓക്കെ ഇതായിരിക്കാം കഥ, നോർമലായിരിക്കാം എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷെ അതിനെ പാടെ മറിച്ചുകൊണ്ട് അതൊന്നും അല്ലാത്തൊരു കഥയും അല്ലെങ്കിൽ കൃത്യമായ കോമഡി സിറ്റുവേഷണൽ കോമഡീസും തന്നിട്ട് പക്ക 2 മണിക്കൂർ നിങ്ങൾ ഒരു സിനിമക്ക് ആ ടിക്കറ്റ് വാങ്ങി ആ പൈസ കൊടുക്കുന്നത് പക്ക മുതലാക്കാവുന്ന ഒരു സിനിമയാണ്. ആ സിനിമ ഫാമിലി ഓഡിയൻസ് ആയിരിക്കും കൂടുതൽ ഈ സിനിമയോട് അല്ലെങ്കിൽ കൂടുതൽ കാണാൻ ആളുകൾ ഉണ്ടാവുക. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ആളുകളൊക്കെ ഇന്ന് കുറവാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു വീക്കെൻഡ്സിലൊക്കെ വളരെ ആളുകൾ അല്ലെങ്കിൽ നല്ല അഭിപ്രായം വന്നിട്ട് ഒരുപാട് ആളുകൾ കാണുന്ന അല്ലെങ്കിൽ അടുത്തൊരു ഹിറ്റ് അടിക്കാവുന്ന ഒരു സിനിമ പോലെ തന്നെയാണ് ഗുരുവായൂർ അമ്പലനടയിൽ ഇപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ വിട്ടുപോയതാണ് യോഗി ബാബുവിൻ്റെ കാര്യം. ശരവണൻ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടറായിട്ട് യോഗി ബാബു ഇതിൽ വരുന്നുണ്ട്. നമ്മൾ ഞാൻ കുറേ നാളായി യോഗി ബാബുവിനൊക്കെ അങ്ങനെ കണ്ടിട്ടും പുള്ളി ഒരു മലയാള സിനിമയിലേക്ക് വരുന്ന ഒരു സംഭവം നല്ല രസമായിട്ട് പുള്ളിയുടെ ക്യാരക്ടറും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു തമിഴ് ഓവർ കോമഡി സാധനങ്ങളൊക്കെ പക്ഷേ ഇവിടെ എത്തുമ്പോൾ വർക്കായിട്ടുണ്ട്. അത് നമുക്ക് പൃഥ്വിരാജിൻ്റെ കാര്യത്തിലും ട്രെയിലറിൽ കാണുമ്പോൾ ഓവർ കോമഡി അല്ലേ ഈ പറയുന്നത് എന്നുള്ളത്, പക്ഷേ സിനിമയിലേക്ക് എത്തുമ്പോൾ അത് കറക്റ്റായിരുന്നു. അതേ പേസ് തന്നെയാണ് ഈ സാധനം പറയേണ്ടത് എന്ന് സിനിമയിലേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെയാണ് യോഗി ബാബു മലയാള സിനിമയിൽ കുറേ നാളുകൾക്ക് ശേഷം, അല്ലെങ്കിൽ എനിക്കറിയില്ല പുള്ളി മുന്നേ ഉണ്ടായിട്ടുണ്ടോയെന്ന്, പക്ഷേ പുള്ളി അടിപൊളിയായിട്ട് പുള്ളിയുടെ ക്യാരക്ടറോട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാം മറന്നുകൊണ്ട് ഒരു 2 മണിക്കൂർ പോയിരുന്ന് ആസ്വദിച്ച് പൊട്ടിച്ചിരിച്ച് സന്തോഷിച്ച് വരാൻ പറ്റുന്ന ഒരു സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം. അപ്പോൾ കൂടുതൽ സിനിമാ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം.